നമസ്കാരം. ഇന്ന് കുഴലപ്പം എളുപ്പത്തിലുണ്ടാക്കാം. അതിന് അരമുറി തേങ്ങ അരവത് മിക്സിൻ്റെ ജാറിലിട്ട് കൂടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കിയെടുത്ത് ഞാൻ 1/2 കിലോ മാവിന് ഉണ്ടാക്കുന്നത്. ഈ ഒരു പാത്രത്തിന് 3/4 പാത്രം തിളച്ച വെള്ളം കടായിൽ വെച്ച് കൊടുത്ത് അടുപ്പത്താണ് ഉള്ളത്. ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒതുക്കി വെച്ച തേങ്ങയിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം. കുറവുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കണം. കറുത്ത എള്ളും ജീരകവും ചേർത്ത് ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഗ്യാസ് ഫ്ലെയിം കുറച്ച് ഇളക്കി ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. വേറെ പ്ലേറ്റിലേക്ക് മാറ്റി തണുത്ത് കഴിഞ്ഞ് ഇനി കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടി അധികം തണുക്കാൻ വെക്കണ്ട. എന്നിട്ട് മാവ് ഇതുപോലെ കുഴച്ചെടുക്കുക. മാവ് കുഴച്ച് കഴിഞ്ഞ് ഇനി ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കുക. കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടണം. നൈസായി ഇതുപോലെ പരത്തി എന്നിട്ടിങ്ങനെ മടക്കി എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ കുഴലപ്പം റെഡിയാവും. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും കുഴലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അടുപ്പത്ത് എണ്ണ തിളച്ച് കഴിഞ്ഞ് ഇപ്പം ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ട് അടുപ്പത്തിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കണം. നല്ല സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.